ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു അനേകരെ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഇഹലോക ജീവിതത്തിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ തക്കതിനോണം, തൻ്റെ ശിഷ്യന്മാരായി അനുഗമിക്കുവാൻ തക്കതിനോണം അനേകരെ വിളിച്ചിട്ടുണ്ട്. അനേകർ ആ വിളി കേട്ട് കർത്താവിനെ പിൻപറ്റി. എന്നാൽ പലവിധമായ അസൗകര്യങ്ങൾ പറഞ്ഞ് അനേകർ ആ വിളിയെ തിരസ്കരിക്കുകയും ചെയ്തതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വിളി കേൾക്കുമ്പോൾ അതിനെ തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം കേൾവിക്കാർക്കുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്രകാരം യേശുവിൻ്റെ വിളി കേട്ട രണ്ട് ചെറുപ്പക്കാരുടെ പ്രതികരണമാണ്. യേശുവിൻ്റെ വിളി കേൾക്കുക എന്ന് പറയുമ്പോൾ അനേകർക്ക് ആ വിളിയെ അനുസരിക്കുവാൻ കഴിയാത്തത് ആ വിളിയിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റേതായിട്ടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാലാണ്. ആ വിളിയിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ഞാൻ പറയുമ്പോൾ വിളിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. ഒരു ഭവനത്തിൽ 10 മക്കളുണ്ടായാൽ 5 മക്കളുണ്ടായാൽ 5 പേരെയും ഒരുപോലെ ദൈവം വിളിക്കുകയില്ല. ഒരിടവകയിൽ, ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം വിളിക്കുന്നവർ ദൈവത്തിന് പ്രത്യേകം ഉദ്ദേശമുള്ളവരെയാണ്. എന്നാൽ പലപ്പോഴും ആ വിളി സ്വീകരിക്കുവാനോ തിരസ്കരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം വിളി കേൾക്കുന്നവർക്കുണ്ട്. ആ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചോ താൻ നൽകുവാൻ പോകുന്ന പദവികളെക്കുറിച്ചോ അവരെ മറ്റു രീതികളിൽ അവർക്കുണ്ടാകാൻ പോകുന്ന എല്ലാവിധമായ നന്മകളെക്കുറിച്ചോ ഒന്നും വിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. വിളി കേൾക്കാതെ പോവുകയാണെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് കർത്താവ് വിവരിക്കാറില്ല. Today we see many are called by the Lord, but very few accept the call, obey the call. In Jesus' times, when Jesus started his public ministry, we find that he called many. Some of them followed and some of them refused. People refused because they had their own reasons, and Jesus never bothered about their reasons. And when he called people, he didn't promise them anything. So it was their choice to obey this man, to follow this man out of their own choice. It was their own decision, because Jesus never promised them anything. He just called them, follow me, and they followed. They did not know about the difficulties and the very, very sorrowing situations that they may have to face, or the persecutions that lay await for them. Nothing. Jesus didn't tell them about that. Neither did Jesus tell them about the blessings that they are going to gain if they follow him. So none of these things were spoken. There was only the call. So I just want to share with you the response of 2 men, young men, who were called by Jesus. We find that in Mark chapter 1 verse 20. യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച, അല്ലെങ്കിൽ യേശുവിൻ്റെ വിളി കേട്ട 2 ചെറുപ്പക്കാരുടെ പ്രതികരണമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. ഉടനെ അവൻ അവരെ വിളിച്ചു, അവർ പിതാവായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടിട്ട് അവനെ അനുഗമിച്ചു. നാം ഇവിടെ വളരെ വ്യക്തമായ ഒരു ചിത്രം കാണുകയാണ്. കർത്താവ് ഗലീല കടപ്പുറത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒരു പടകിലിരുന്ന് വല നന്നാക്കുന്ന 2 ചെറുപ്പക്കാരെയും അവരുടെ പിതാവിനെയും അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കൂലിക്കാരെയും കാണുകയാണ്. അപ്പോൾ ഈ 3 കൂട്ടരാണ് ആ പടകിലുണ്ടായിരുന്നത്.
2 ചെറുപ്പക്കാർ, അവരുടെ പിതാവ്, അവരുടെ ജോലിക്കാർ. നാം മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് വളരെ പ്രത്യേകമായി ഈ 2 ചെറുപ്പക്കാരെയാണ് വിളിക്കുന്നത്. അവൻ്റെ വിളിക്ക് വളരെ പ്രത്യേകതയുണ്ടായിരുന്നു. കർത്താവ് ഇവരുടെ പിതാവായ സെബദിയെ വിളിച്ചില്ല. ഇവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ജോലിക്കാരായ ആ മനുഷ്യരെയും കർത്താവ് വിളിച്ചില്ല. ഒരുപക്ഷെ കർത്താവ് അവരെ വിളിക്കുമായിരുന്നെങ്കിൽ അവർക്കുണ്ടാകാമായിരുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു. എന്നാൽ കർത്താവ് ഈ 2 ചെറുപ്പക്കാരെ വിളിക്കുമ്പോൾ അവരുടെ മുൻപിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിനെ അനുഗമിക്കുവാൻ തക്കതിന് വണ്ണമുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു അവരുടെ മുമ്പിലുള്ളത്. We find there were 3 sets of people there. We find the 2 brothers, James and John, and then we find their father Zebedee and also their servants. So among these 3 sets of people on board the ship, we find that Jesus called only John and James. In fact, it was so difficult for these 2 young men to follow Jesus. And we see the response of these young men to the call of Jesus. അവർ ആ വിളി കേൾക്കുമ്പോൾ അവരുടെ മുൻപിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവർ വളരെ ചെറുപ്പമായിരുന്നു. അവരുടെ മുൻപിലൊരു വലിയ ഭാവിയുണ്ട്. ആരും അറിയാത്ത ഒരു മനുഷ്യൻ, മുൻ പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ, മറ്റ് യാതൊരു ഭാവി കാര്യങ്ങളും പറയാതെ മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ളൊരു വ്യക്തി വിളിക്കുമ്പോൾ ആ വിളി എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? മുൻപരിചയമുണ്ടെങ്കിൽ, മുൻപ് പ്രവർത്തിച്ച് ഒരാളുടെ എല്ലാവിധമായ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അനുഗമിക്കുവാൻ പ്രയാസമില്ല. എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ല. വ്യക്തി എന്താ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. മറ്റ് കാര്യങ്ങളൊന്നും അറിയാതെ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ആ വിളിയെ അനുസരിക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അവർ ചെറുപ്പക്കാരാണ്. അവരുടെ മുമ്പിൽ വലുതും വിശാലവുമായ ഒരു ഭാവിയുണ്ട്. അപ്പോൾ ആ വലിയ ഭാവിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പോകേണ്ടത്. അവർക്ക് ആവോളം ധനമുണ്ട്. കാരണം ധനമില്ലെങ്കിൽ വേലക്കാരെ വെച്ചിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. മുക്കുവന്മാരാണ്, വലയുണ്ട്, വള്ളമുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അവരാ വിളി കേട്ട് യേശുവിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അവർ അവരുടെ പിതാവിനെ വേർപിരിയണം. സാധാരണഗതിയിൽ പിതാവ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ആ പിതാവിനെ അന്വേഷിക്കേണ്ടത് മക്കളാണ്, സംരക്ഷിക്കേണ്ടത് മക്കളാണ്, ശുശ്രൂഷിക്കേണ്ടത് മക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പിതാവിനെ അവിടെ വെച്ച് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ പിതാവിനോട് യാത്ര പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഒന്ന് കൂടി ആലോചിക്കുവാൻ അമ്മ അവിടെ കൂടെയില്ല, പിതാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് വിളിച്ചു, കർത്താവ് പോയാലും അനുഗമിക്കുകയാണെങ്കിൽ ഉടൻ അനുഗമിക്കണം. അതിനകത്തിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള കലർപ്പുമില്ല. അപ്പോൾ അതൊരു പ്രയാസമുള്ള കാര്യമാണ്. പിതാവിനെ ഉപേക്ഷിക്കണം. രണ്ടാമതായിട്ട് അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരുന്നത് വലയാണ്. കാരണം ഇവർ മീൻപിടുത്തക്കാരാണ്. അങ്ങനെ അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗമായ ആ വലകളെ ഉപേക്ഷിക്കണം. To follow Jesus, first they had to forsake their father, because
If they forsake him, there's nobody to look after him. He is also getting aged and old. So naturally a father's desire would be always the children to be with him, because they would look after him. Whereas here, Jesus is calling these two, and they have to forsake their father and go. And to take an early decision, their mother is not with them. So, in this situation, it was difficult for them to make a choice. And moreover, they were young men. There was a great future lying ahead of them. If they had to obey the call, that means they had to follow a man whom they know nothing of. They do not know what sort of principle he has. They do not know what sort of work is laying ahead of him. All what they know is the call. And then we find they have to abandon their father. That means you have to abandon the earthly relationship. And secondly, they have to abandon the nets, which means that was their livelihood. അപ്പോൾ ലോകത്തെ നിൻ്റെ ലോകവുമായിട്ടുള്ള ബന്ധത്തെ ആദ്യമേ വേർപിരിയണം, പിന്നെ നിൻ്റെ ഉപജീവനത്തിലുള്ള മാർഗത്തെ വേർപിരിയണം. അങ്ങനെ അവരുടെ ജോലിക്കാരുമായിട്ട് വേർപിരിയണം. അവർക്കെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ജോലിക്കാരുണ്ട്, ധനികരാണ്. അപ്പോൾ ഇനിമേലാൽ ആ ജോലിക്കാരുണ്ടാവുകയില്ല. ആ ജോലിക്കാരെയും അവിടെ വെച്ച് അവരെ പിരിയണം. അങ്ങനെ വേർപാടുകളുടേതായിട്ടുള്ളൊരു പട്ടിക. അവസാനമായിട്ട് അവർ ആ പടകിനെ ഉപേക്ഷിക്കണം. കാരണം പടകാണ് അവർക്ക് ഈ വല വീശുവാനും മീൻ പിടിക്കുവാനും കൊണ്ടുവരാനും ഒക്കെയുള്ള മുഖ്യമായിട്ടുള്ള കാര്യം പടകാണ്. ആ പടകിനെ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ കഴിയൂ. ഇതുവരെയുള്ള ഇവരുടെ പ്രവർത്തനം കടലിലാണ്, മീൻപിടുത്തമാണ്. എന്നാൽ ഇനി മുതൽ അവരുടെ പ്രവർത്തനം കരയ്ക്കാകാൻ പോവുകയാണ്. ഇതുവരെ അവർ പിടിച്ചത് മത്സ്യങ്ങളെയാണ്, ഇനിയും അവർ പിടിക്കുവാൻ പോകുന്നത് മനുഷ്യരെയാണ്. കർത്താവ് അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ നാം കാണുന്നത് ഒരു വളരെ വ്യത്യസ്തമായ പാതയാണ്. So you find a very difficult situation. They had to throw away the net which was their livelihood. You see? And then they had to leave their boat, their source of income. That was the thing. It is in that boat that they went down for fishing. Now they have to throw away the boat, bid farewell to the boat. They had to bid farewell to the servants, because being rich, they had always servants with them and servants could do everything for them. But now, if they have to follow Jesus, they have to completely bid farewell to the servants. So these are the 4 factors they were actually bound to. And we find that these 4 factors, if they put into practice, if they had decided to follow Jesus, ignoring these 4 factors, that means they are stepping up into uncertainty. അങ്ങനെ ഈ 4 ഘടകങ്ങളെയും മറികടന്നുകൊണ്ട് അവർ മുൻപോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് മുൻപിലുള്ള നഷ്ടം വളരെ വലുതാണ്. ഒന്നാമതായിട്ട് അവർ അവ്യക്തതയിലേക്കാണ് എടുത്തു ചാടുന്നത്. യേശു അവരോട് ഭാവിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രതിമാസ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവരൊക്കെയും മത്സ്യബന്ധനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അപ്പോൾ തൻ്റെ വിളി കേട്ട് തൻ്റെ പിന്നാലെ വന്നാൽ ഇന്നത് താൻ അവർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള ഒരു ഉറപ്പുമില്ലാതെയാണ് അവർ യേശുവിൻ്റെ പിന്നാലെ തിരിക്കുവാൻ തീരുമാനിച്ചത്. അവ്യക്തതയിലേക്കുള്ള ഒരു എടുത്തുചാട്ടം. മാത്രമല്ല, അവരുടെ പിതാവിൻ്റെ സ്വത്തിന് ഇനിയും അവർക്ക് അർഹതയുണ്ടാവുകയില്ല. പിതാവിനെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്കാണ് പിതൃസ്വത്ത് ലഭിക്കുന്നത്. എന്നാൽ പിതാവിനെ തനിച്ചാക്കിയിട്ട് ഇവർ രണ്ടുപേരും യേശുവിൻ്റെ പിന്നാലെ പോയാൽ അവർക്കൊരിക്കലും പിതൃസ്വത്ത് അവകാശം ലഭിക്കുകയില്ല. അതും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ ബാധ്യതയാണ്. കാരണം യാതൊരു സ്വത്തും അവർക്ക് ലഭിക്കുകയില്ല. മാത്രമല്ല, ഉപജീവനത്തിനായിട്ടുള്ള ഏക മാർഗം മീൻപിടുത്തമാണ്.
ഈ ഗലീല കടലിന് ചുറ്റും താമസിക്കുന്ന ഇവർക്കൊക്കെയും മറ്റൊരു തൊഴിൽ അറിഞ്ഞുകൂടാ. ആകെ അറിയാവുന്നത് മീൻപിടുത്തമാണ്. കാരണം അതൊരു മുക്കോ വില്ലേജാണ്. അപ്പോൾ ഭാവി എങ്ങനെ എന്ത് തൊഴിൽ ജീവിക്കുന്നത് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഈ മീൻപിടുത്തം ഉപേക്ഷിച്ച് യേശുവിന് പിന്നാലെ പോകുന്നത്. അതോടൊപ്പം തന്നെ യേശു അവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു രീതിയിലുള്ള ഉറപ്പ് നൽകുന്നില്ല. ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ മാസശമ്പളം തന്നോളാം, അല്ലെങ്കിൽ ദൈവം പുലർത്തി, ഇതൊന്നും യേശു പറയുന്നില്ല. ഉപാധികളില്ലാത്ത ഒരു വിളിയാണ് യേശുവിൻ്റെ വിളി. ഫോളോ മീ, എന്നെ അനുഗമിക്കുക. മുൻ പരിചയമില്ല, അതോടൊപ്പം തന്നെ മുൻ നിർണയങ്ങളൊന്നുമില്ല, വാഗ്ദത്തങ്ങളിൽ ഒന്നുമില്ല. ഒരേ വിളി, ഫോളോ മീ. അങ്ങനെ വിളി മാത്രമാണ് അവിടെ ഉള്ളത്. ഭാവിയെക്കുറിച്ചുള്ള ഒരു കാര്യവും അവിടെ യേശു പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവർ ഉടനെ യേശുവിൻ്റെ വിളി കേട്ടു ഇറങ്ങി തിരിച്ചെന്നാണ്. ആ പിതാവിനോട് ചോദിച്ചില്ല, മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിയില്ല. അതെ, മാതാവ് ഇല്ല കൂടെ. അപ്പോൾ മാതാവ് വരുവാനായിട്ട് കാത്തിരുന്നില്ല. മാതാവുമായിട്ട് ഒന്നുകൂടി ഒരു റൗണ്ട് ആലോചിച്ച ശേഷം പോകാൻ ഒന്നുമില്ല. എന്നിട്ട് പിതാവിന് ഉമ്മ കൊടുത്തിട്ടല്ല പോകുന്നത്. തങ്ങളുടേതായിട്ടുള്ള വലകളെയൊക്കെ ഒരു കൂടെ കണ്ട് കയ്യിലെടുത്തിട്ട് ആശ്വസിച്ചല്ല പോകുന്നത്. പിന്നെ യാതൊരു വിധത്തിലുള്ള കൂട്ടുകാരോട് യാത്ര പറഞ്ഞിട്ടല്ല പോകുന്നത്. അവർ ഇതൊന്നും ചെയ്യാതെ ഉടനെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. They were not bothered to do all these things. They didn't bid farewell to the father, you see, and they didn't wait for the mother to come to get her blessings or to get her permission and go. None of these things. They just went immediately. That's the most important thing. No postponement. If they wanted, they could have told Jesus, Jesus, this is the situation. You know that in a family, the mother is a very important factor and we have to take a decision in the presence of the mother. But unfortunately, the mother is not with us today. So, let the mother come and we will have a round of discussion and then we would decide to follow you or not. So, that is a great thing. Postponement. Today, many cannot follow Jesus because of postponements. ഇന്ന് അനേകർക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാൻ കഴിയാത്തതിൻ്റെ കാരണം നീട്ടിവെക്കലാണ്. യേശുവിൻ്റെ വിളി കേൾക്കുമ്പോൾ ഉടൻ പിശാച് എന്തെങ്കിലും ഒരു കാര്യമായ കാരണം കൊണ്ടുവരും. ആ കാരണം കൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനുള്ള ആ വലിയ സന്ദർഭത്തെ അവർ നീട്ടിവെക്കുകയാണ്, മാറ്റിവെക്കുകയാണ്. ഇവൻ കൊണ്ടുവന്ന കാരണം ഒരിക്കലും പ്രാവർത്തികമാക്കുകയില്ല. നഷ്ടമായി പോകുന്നത് നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. കാര്യം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഓരോരോ കാര്യകാരണം പറഞ്ഞ് നീട്ടിവെക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിനെ പിൻപറ്റുവാൻ കഴിയുകയില്ല. Postponement. See, Satan very cleverly uses the weapon of postponement. James and John could have told them, told Jesus, we want some time. We need to ask our mommy, she's not here today, so give us some time so that we can think over and then decide. But you see, Jesus made a call and that call is very, very specific. And he wants an answer immediately. Follow me, that's it. Follow me after your mommy coming, follow me after your discussion, nothing like that. Follow me means it's an instant command. And they had to either follow him or refuse the call. So this is very important. Today many postponing their decisions. When one situation comes, they will postpone thinking that situation can be sorted out. And when again the next time it comes, the call comes, again there is something else that you postpone. And so these postponements keep you away from Jesus, drawing you away from Jesus. And in many cases, that can never happen. Following Jesus, obeying the call can never happen. We find that these young men had to undergo all these strains to follow Jesus.
and they did follow Jesus. Ignoring all these hurdles, they did follow Jesus. And they became mighty apostles. അപ്പോൾ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വേണം യേശുവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട്. ഒന്നും മാറ്റിവെക്കാൻ സാധ്യമല്ല, നീട്ടിവെക്കാൻ സാധ്യമല്ല. യേശുവിൻ്റെ വിളി കേൾക്കുക, അതിനനുസരിക്കുക, പുറപ്പെടുക, അത്രമാത്രം. എൻ്റെ മാതാവ് ഇവിടെ ഇല്ലല്ലോ, മാതാവ് വന്നിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം, ഇല്ല, സാധ്യമല്ല. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് ചെയ്യാം, സാധ്യമല്ല. ഈ വിളി നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നീ മാത്രം ചിന്തിക്കേണ്ടതാണ്, നീ മാത്രം തീരുമാനമെടുക്കേണ്ടതാണ്. ആ വിളി അവർ കേട്ടു. അവർ പരിപൂർണമായിട്ട് ദൈവഹിതത്തിനായിട്ട് സ്വയം സമർപ്പിച്ചു. അവർക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുവിനെ പിൻപറ്റുവാൻ ഒരു വ്യക്തിയെ ആഗ്രഹിച്ചാൽ അവർ മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. അതെ, അനേകർ മാറ്റിവെക്കുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ്, അനേകർ നീട്ടിവെക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച ഒരു വ്യക്തിക്ക്, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എടുത്തിയാടുന്ന ഒരു വ്യക്തിക്ക് മാറ്റിവെക്കണമെന്നോ നീട്ടിവെക്കണമെന്നോ ഉള്ള കാര്യം അവൻ്റെ ജീവിതത്തിലില്ല. അവർ തീരുമാനിക്കുന്നു, ആ തീരുമാനമനുസരിച്ച് ഉടൻ പ്രവർത്തിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതങ്ങളിൽ ഇത് നമുക്ക് പാഠങ്ങളാണ്. വി ഹാവ് ടു ഡിസൈഡ്, നോട്ട് ആഫ്റ്റർ സം ടൈം. There's no use of postponing things. When you hear the call, you have to make a fast decision, either to refuse or accept that offer, to accept that call. It all depends on the individual. It depends on how you respond. We find that the response is what matters. Because if you postpone it, the postponement can go again and again, because each time a new problem would come up. But here, there is no postponement at all. They heard the call, they just bid farewell to everything and just followed Jesus. The Father was there, the servants were there, their net was there, their boat was there. They completely left everything behind. അവരെല്ലാം വിട്ടു, എന്നിട്ട് യേശുവിനെ അനുഗമിച്ചു. നഷ്ടപ്പെടുവാൻ ഒരുപാടുണ്ടായിരുന്നു. തങ്ങളെ ചെറുപ്പം മുതൽ പോറ്റി പുലർത്തിയ മാതാപിതാക്കന്മാർ, അതേ, തങ്ങളെ വല വീശുവാൻ അഭ്യസിപ്പിച്ച് അതേ ആ വലകൾ ഉപയോഗിച്ച് വീശി തുടങ്ങിയ ആ വലകൾ, തങ്ങളുടെ പടക്, പിന്നെ തങ്ങളുടെ വേലക്കാർ, ഇങ്ങനെ അവർക്ക് വിട്ടുപോകുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവയൊക്കെയും അവർ പിന്നാലെ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവർ യേശുവിൻ്റെ വിളി കേട്ടു. യേശുവിൻ്റെ പിന്നാലെ ഗലീല കടൽ തീരത്തുകൂടി അവർ മുൻപോട്ട് പോവുകയാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഈ വിളി നാം കേൾക്കാറുണ്ട്. പക്ഷേ യാക്കോബിനെയും യോഹന്നാനെയും പോലെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് അനുസരിക്കുവാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് പറിച്ചു കളയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. യേശുവിൻ്റെ വിളി കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ഈ വചനം കേട്ട ഓരോരുത്തർക്കും മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ വിളി കേട്ടുകൊണ്ട് അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാനും അവിടുത്തെ വയലിലേക്ക് ഇറങ്ങുവാനും തക്കതിന് വേണം ഈ ശബ്ദം കേട്ട ഓരോരുത്തരെയും സഹായിക്കണമേ. അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. മാറ്റിവെക്കാനല്ല, നീട്ടിവെക്കാനല്ല, പിന്നെയോ അവിടുത്തെ നാമമഹത്വത്തിനായിട്ട്, അവിടുത്തെ വേലയ്ക്കായിട്ട് ഉടനടി ഇറങ്ങുവാൻ തക്കതിന് വേണം ഇത് കേട്ട ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.